അവയർനെസ് എന്നാണ് നമ്മൾ ഈ മെഡിറ്റേഷന് പറയുക. നമ്മുടെ ചുറ്റുപാട്, നമ്മൾ ചില നെഗറ്റീവ് ചിന്തകളിൽ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മളെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ഫോക്കസ്ഡ് ആയിരിക്കുന്ന നമ്മളെ ഒന്ന് ഫോക്കസ് ചെയ്യാണ് ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഗുഡ് മെഡിറ്റേഷൻ. ഓക്കെ നദീറ. ഓക്കെ, ഗുഡ്. ദാറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ട്രോമകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ട്രോമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും, നെഗറ്റീവ് ഇൻസിഡൻസ്, നമ്മുടെ ലൈഫിൽ സംഭവിച്ചു പോയിരിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടാത്ത എല്ലാ ഇൻസിഡൻസും, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മൾ ഓർക്കുമ്പം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന എന്ത് സംഭവങ്ങളായിരുന്നാലും ഇല്ലേ? അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ട്രോമകളുണ്ട്. അല്ല, 2-3 ടൈപ്പ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതായിട്ടുള്ളത് ഫിസിക്കൽ ട്രോമ എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മുടെ ശരീരത്തിന് സംഭവിച്ച മുറിവുകൾ, ആക്സിഡന്റ് പറ്റാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ തല്ലിയതായിരിക്കാം, അടിച്ചതായിരിക്കാം, ഉപദ്രവിച്ചതായിരിക്കാം, എന്തുമായിരിക്കാം അല്ലേ? അതേപോലെയുള്ള ട്രോമകൾ ഫിസിക്കൽ ട്രോമ എന്ന് നമ്മൾ വിളിക്കുക. ഫിസിക്കൽ ട്രോമകൾ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരം പതുക്കെ പതുക്കെ അത് ഹീല് ചെയ്ത് കൊണ്ടുവരും. നമ്മുടെ ശരീരത്തിന് ഒരുപാട് മെക്കാനിസം ഉണ്ട് അല്ലേ? ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ തൊട്ടടുത്ത സെക്കൻഡിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള, ബ്ലഡ് പുറത്തേക്ക് വരുന്ന ബ്ലഡ് നിൽക്കാനുള്ള മെക്കാനിസം വരും. അത് കഴിഞ്ഞാൽ ക്ലോട്ടായ ബ്ലഡ് കുറച്ച് കളറ് മാറും, പതുക്കെ പതുക്കെ ഹീല് ചെയ്യും. എന്തെങ്കിലുമൊക്കെ വലിയ മുറിവുകളാണെങ്കിൽ ആ ഏരിയയിൽ ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് പറയും. മുറിവ് മാറി ഉണങ്ങി ഉണങ്ങി ആ ഏരിയ ഒക്കെ ഫില്ലായിട്ട് വരൂലേ? വലിയ മുറിവുകളാണെങ്കിൽ ചിലപ്പം ആ ടിഷ്യൂസിന് അടുത്ത് വെക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? അപ്പം അത് പതുക്കെ നമ്മുടെ ശരീരം തന്നെ ഹീലാക്കി പതുക്കെ കൊണ്ടുവരും. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫിസിക്കൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ, ഒരു ആക്സിഡന്റ്, അതൊക്കെയാണ് ശരിക്കും ഫിസിക്കൽ ആയിട്ടുള്ള ട്രോമ എന്ന് പറഞ്ഞാൽ. രണ്ടാമതായിട്ടുള്ളത് സൈക്കോളജിക്കൽ ട്രോമകളാണ്. നമ്മുടെ മനസ്സിനേറ്റ മുറിവുകൾ. നമ്മളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ ഫിസിക്കലി തല്ലിയിട്ടൊന്നുമില്ല, പക്ഷെ അടി കിട്ടിയത് നമ്മുടെ മനസ്സിലാണ്. മനസ്സിന് എവിടെയൊക്കെയോ മുറിവുകൾ വന്നു. ഇത് എങ്ങനെയാണ്? ഇതും ഇതേപോലെ തന്നെ കേട്ടോ. നമുക്ക് സംഭവിച്ച മുറിവുകൾ പോലെ, ഫിസിക്കലി ശരീരത്തിന് സംഭവിച്ച മുറിവുകൾ പോലെ തന്നെ നമ്മുടെ മനസ്സിന് സംഭവിച്ച മുറിവുകളും നമ്മുടെ ശരീരത്തിന് മാറ്റിയെടുക്കാൻ സാധിക്കും പതുക്കെ അല്ലെ? നമ്മുടെ ശരീരത്തിന് മനസ്സിന് സംഭവിച്ച മുറിവുകൾ, അതും കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ എന്ന് പറഞ്ഞാല് പെട്ടെന്നുണ്ടായ ഇൻസിഡൻസ് ആണ്. ഒറ്റയടിക്കുണ്ടായ, നിങ്ങൾക്ക് ഒരാളുടെ അടുത്തിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒറ്റയടിക്ക് ഉണ്ടായ, പെട്ടെന്നുണ്ടായ ട്രോമകൾ. നിങ്ങളൊരു ലൈഫിൽ നിങ്ങളൊരു എക്സാം എഴുതി വിജയിക്കുമെന്ന് ഉറപ്പിച്ച് നിങ്ങൾ ഇരുന്നു, വിജയിച്ചില്ല, റിസൾട്ട് വരുന്നു, ദാറ്റ്സ് എ ട്രോമ. നിങ്ങൾ വിജയിച്ചില്ല, വിചാരിച്ച പോലെ നിങ്ങൾക്ക് സംഭവിച്ചില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്നും അവരെ നിങ്ങളെ ഒഴിവാക്കി പോകുന്നു, അല്ലെങ്കിൽ അവർ മരിച്ചു പോകുന്നു. ഏറ്റവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ഇൻസിഡൻസിനെയാണ് നമ്മൾ അക്യൂട്ടായിട്ടുള്ള പെട്ടെന്നുള്ള ട്രോമ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ട്രോമ എന്ന് പറഞ്ഞാൽ, അധികം ആൾക്കാർക്കും റിലേഷൻഷിപ്പിലാണ് ഇത്തരം ട്രോമകൾ ഉണ്ടാവുക. ഒരു ഇൻസിഡൻസ് അല്ല, ഒറ്റ പ്രാവശ്യമല്ല നിങ്ങൾക്ക് മനസ്സിലെ വിങ്ങൽ വന്നിട്ടുള്ളത്. പല പല ഇൻസിഡൻസ് ഓർക്കുമ്പോൾ അല്ലേ? അങ്ങനത്തെ ട്രോമാസ് ഉണ്ടാവില്ല നമുക്ക്? ജസ്റ്റ് കമന്റ്. ഒരു ഇൻസിഡന്റ് അല്ല, പല പല ഇൻസിഡൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഓർക്കുമ്പം തന്നെ നിങ്ങൾക്ക് സംഭവിച്ച നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നോ, നിങ്ങളുടെ ഫാമിലിയോ, അതല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളോ, കൂട്ടുകാരൊക്കെ ഒന്നിലധികം തവണ, ഒരു തവണ മാത്രല്ല, നമ്മളെ മനസ്സ് ഓർക്കുമ്പോൾ തന്നെ അന്ന് അതിൻ്റെ മുന്നേയും കുറേ ഇൻസിഡൻസ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അവരെ നമ്മളെ ഉപദ്രവിച്ചത്, നമ്മളെ കളിയാക്കിയത്, നമ്മളെ പരിഗണിക്കാത്തത്,
അല്ലെ? ചില ഘട്ടങ്ങളിൽ നമ്മൾ അർഹിച്ച പരിഗണന നമുക്ക് കിട്ടിയില്ലെങ്കിലും അത് ട്രോമയാണ്. മനുഷ്യന് ഇവിടെ അല്ലേ, മനുഷ്യന് ജീവിക്കുമ്പം ഒരു സാമൂഹിക ജീവിയാണ് നമ്മള്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പരിഗണന കിട്ടണം, സ്നേഹം കിട്ടണം. നമുക്ക് ഭക്ഷണവും വെള്ളവും മാത്രം പോരല്ലോ ജീവിക്കാൻ. ഇതൊക്കെ കിട്ടിയില്ലെങ്കിലും അത് ട്രോമകളായിട്ട് മനസ്സിൽ കിടക്കും. അപ്പം ഒറ്റ ഇൻസിഡന്റ് കൊണ്ടുണ്ടാവുന്ന ട്രോമകൾ ഉണ്ടാവാം, മൾട്ടിപ്പിൾ ഇൻസിഡന്റ് കൊണ്ടുണ്ടാവുന്ന ട്രോമകൾ ഉണ്ടാവും, ഒന്നിലധികം തവണ. ഇനി മൂന്നാമത്തെ ഒരു ട്രോമയുണ്ട്, അതിനെ കോംപ്ലക്സ് ട്രോമ എന്നാ പറയാ. നമ്മള് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അധികം ഇതാണ് വരിക. അത് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. എന്താന്ന് വെച്ചാല് ഒരാളോ ഒരു ഇൻസിഡൻസോ ഒന്നുമല്ല. ഇത് പറഞ്ഞു വരുമ്പം ബാക്കിയുള്ള ഫ്രണ്ട്സ്, ഫാമിലി, പല സ്ഥലത്തിൽ നിന്നും പലവട്ടം പല രീതിയിലുള്ള ട്രോമകൾ. ഈ ട്രോമകളുടെ ഒരു ഭണ്ഡാരക്കെട്ടുമായിട്ടായിരിക്കും നടക്കുന്നത്. അല്ല, ഇതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ട്രോമ എന്ന് പറയാം. ഒരേ രീതിയിലുള്ള ട്രോമകളല്ല, പല രീതിയിലുള്ള. ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യപ്പെട്ട അങ്ങനത്തെ ട്രോമകൾ ഉണ്ടാവും. ചില ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അർഹിച്ച പരിഗണന കിട്ടിയില്ല. ചിലർ നിങ്ങളെ പറ്റിച്ചു പോയി, സാമ്പത്തികപരമായിട്ട് പൈസ പറ്റിച്ചു പോയി. ചിലത് നിങ്ങള് ബാക്കിയുള്ളവരെ പരിഗണിച്ചില്ല, ആ ഒരു കുറ്റബോധം. ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആയിട്ട് കുറെ ട്രോമകൾ, ഇതിനെ നമ്മൾ കോംപ്ലക്സ് ട്രോമ എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നിങ്ങളുടെ കൈകൾ വർക്ക് ചെയ്യട്ടെ. ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. പിന്നെയുള്ള ഒരു ട്രോമയാണ് ഡെവലപ്മെന്റൽ ട്രോമ. നിങ്ങളുടെ ചെറുപ്പകാലം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഡെവലപ്മെന്റൽ ട്രോമകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. രണ്ട് ഏതാണ് പ്രധാനമായിട്ടും പറയാം. ഒന്നാമത് അൺഅവൈലബിൾ ഫാദർ. അച്ഛന് സ്നേഹം തരാൻ വേണ്ടിയിട്ട് അവൈലബിൾ അല്ലായിരുന്നു, അവിടെ ഇല്ലായിരുന്നു അച്ഛൻ. പലപ്പോഴും നമ്മുടെ ഒരു കൾച്ചറിൽ അച്ഛൻ അധികം സംസാരിക്കില്ല, സ്നേഹിക്കാൻ വരില്ല. പക്ഷെ അതിലൊന്നും അർത്ഥമില്ല കേട്ടോ. നമുക്ക് എന്ത് സ്നേഹമുണ്ടോ അത് നമ്മൾ ഉള്ളിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, പ്രകടിപ്പിക്കുക തന്നെ വേണം. ചില ആളുകൾക്ക് അൺഅവൈലബിൾ ഫാദർ ഒരു ട്രോമയായിട്ടുള്ളിലെത്തും. കാരണം ആ ഒരു കെയർ, ആ ഒരു സംരക്ഷണം, ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഡെവലപ്മെന്റൽ ട്രോമയായിട്ട് വരും. രണ്ടാമതായിട്ട് അമ്മയുടെ അടുത്തിൽ നിന്നും ആവശ്യത്തിന് കെയർ കിട്ടുന്നില്ല, സപ്പോർട്ട് കിട്ടുന്നില്ല. ഇതിന്റെ പുറമെ ബാക്കി സാഹചര്യങ്ങൾ, എൻവിറോൺമെന്റൽ ട്രോമകൾ ഉണ്ടാവും കുട്ടികളായിരിക്കുമ്പോൾ. സാഹചര്യങ്ങളിൽ നിന്നും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരിക്കലും നമുക്കിത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ ഒരു സ്പോഞ്ച് കണക്ക് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് അബ്സോർബ് ചെയ്യും. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ട്രോമ സംഭവിച്ചാൽ അത് ഡെവലപ്മെന്റൽ ട്രോമയായിട്ട് നമ്മുടെ മനസ്സിൽ അവിടെ കിടക്കും. ഓക്കെ. പിന്നെയുള്ളത് ലാസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു ട്രോമ ടൈപ്പാണ് സെക്കൻഡറി ട്രോമ എന്ന് പറയും. ഇതൊക്കെ പ്രൈമറി നമുക്കുണ്ടാകുന്ന ട്രോമകളാണ്. ഇനി ഒരു സെക്കൻഡറി ട്രോമ ഉണ്ട്. നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട്, ബാക്കിയുള്ളവരുടെ സങ്കടം കേൾക്കാനായിട്ട് പോകും. ബാക്കിയുള്ളവരുടെ സങ്കടം കുറെ കേട്ട് അവസാനം നിങ്ങളും സങ്കടത്തിലാവും, നിങ്ങളുടെ മൂടും പോവും, നിങ്ങളത്തെ അന്നത്തെ ദിവസം തന്നെ പോയി എന്ന് പറയുന്ന അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നമ്മൾ ബാക്കിയുള്ളവരുടെ സങ്കടം കേൾക്കാൻ പോയി അവരുടെ ദുരിതങ്ങൾ, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അത് നമ്മളിലേക്ക് എടുക്കുന്ന, അതിന്റെ പേരിൽ സ്വയം സങ്കടപ്പെട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. അതിന് നമ്മൾ സെക്കൻഡറി ട്രോമ എന്ന് പറയാം. ആ ട്രോമകൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്നു. പ്രശ്നം നമുക്കൊന്നും സംഭവിച്ചില്ല, നമ്മളെ അത് ബാധിക്കുന്നേ ഇല്ല, ബാക്കിയുള്ളവരെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ നമ്മളത് ഒരുപാട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ മിറർ ന്യൂറോൺസ് എന്ന് പറയും. ഒരാളിപ്പോൾ സങ്കടപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സങ്കടം വരും അല്ലേ? അവർ കരയുന്ന അവരുടെ അവസ്ഥ കണ്ടിട്ട് നമുക്കും സങ്കടം വരുന്നു. അത് വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ട്രോമയായിട്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് കയറും. ഓക്കെ, മഞ്ജു, സുമേഷ് കുറെ പേര് യെസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സെക്കൻഡറി ട്രോമ. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുക എന്താന്ന് വെച്ചാൽ, സാധാരണ ഒരു ഇമോഷൻസ്, നമ്മുടെ ഒരു മുറിവ് പറ്റിയാൽ എന്ത് സംഭവിക്കും?
ചില മുറിവുകൾ ഒരാഴ്ച എടുക്കും. സാധാരണ പുറത്തുള്ള മുറിവാണെങ്കിൽ ഒരാഴ്ച എടുക്കും. ആ മുറിവിന്റെ കല വന്നാണ്ട് അത് മാറിപ്പോവും. ചിലപ്പം ഒരു വെള്ള പാടുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അത് മാറിപ്പോവും. അല്ലെങ്കിൽ കറുത്ത പാട്, അതും മാറിപ്പോവും. ഇതേപോലെ തന്നെ നമ്മുടെ മനസ്സിലെയും ട്രോമകൾ വന്ന് അതേപോലെ മാറിപ്പോവും. പക്ഷെ നമ്മൾ ചിലപ്പം ഈ സംഭവങ്ങളെ മാറിപ്പോവാൻ സമ്മതിക്കില്ല. മാറിപ്പോയ ഇമോഷൻസ് അല്ല. ട്രോമകൾ എന്ന് പറഞ്ഞാൽ അതവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ പലയിടങ്ങളിലായിട്ട് ഈ ട്രോമകൾ ട്രാപ്പ് ചെയ്യപ്പെടും. ഈ നെഗറ്റീവ് ഇമോഷൻസ്, ഈ നമ്മളെ ഇഷ്ടപ്പെടാത്ത ഇമോഷൻസ്, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന ഈ ഇമോഷൻസ് നമ്മുടെ തലയിൽ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ പല ഭാഗത്തായിട്ട് ട്രാപ്പ് ചെയ്യും. മനസ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ എവിടെയാ പറയാറ്, നമ്മുടെ മനസ്സ് എവിടെയാണ്? ജസ്റ്റ് കമന്റ്. നമ്മുടെ മനസ്സ് എവിടെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യോ. നമ്മൾ ഇതിന്റെ മുന്നത്തെ സെഷനിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ മനസ്സ് എവിടെയാണ്? ജസ്റ്റ് കമന്റ്. തലയിലാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നവരുണ്ട്. ആദ്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു നെഞ്ചിലാണ്, ഇവിടെയാണ് എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞിരുന്നു. എവിടെയാണ് ശരിക്കും നമ്മുടെ മനസ്സ്? നമ്മൾ ചിന്തിക്കുന്ന, ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന, ഉൾക്കൊള്ളുന്ന, ഈ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ മനസ്സ് എവിടെയാണ്? നദീറ ബോഡി എന്ന് പറയുന്നുണ്ട്, ലത തലയിൽ എന്ന് പറയുന്നുണ്ട്. എവിടെയാണ് ശരിക്കും നമ്മുടെ മനസ്സ്? ട്രോമ ഹീലിംഗ് പറയുമ്പം തന്നെ തുടക്കത്തിൽ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇമോഷൻസ്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തലക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രക്ക് വലിയ ഭാരം, പ്രഷറാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇമോഷൻസ് നമ്മുടെ തലയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ ബോഡിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ട്രാപ്പ് ചെയ്യപ്പെടും. അല്ലേ? നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പല ഇമോഷൻസും, എല്ലാ ഇമോഷൻസും നിങ്ങൾക്ക് തലവേദന അല്ല ഉണ്ടാക്കാറ്, ആണോ? ചില ഇമോഷൻസ് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. ചില ഇമോഷൻസ് നിങ്ങൾക്ക് വേദനകളാണ് ഉണ്ടാക്കുന്നത്. ചില ഇമോഷൻസ് നിങ്ങളെ നെഞ്ചിൽ കനമാണ് ഉണ്ടാക്കുന്നത്. ചില ഇമോഷൻസ് നിങ്ങൾക്ക് വയറിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലേ? തലയിൽ മാത്രല്ല. തലക്ക് മാത്രം താങ്ങാവുന്ന ഭാരം നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ തല അത് പ്രോസസ്സ് ചെയ്ത് തീർക്കുമായിരുന്നു. നമുക്കത് പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ പറയില്ലേ, ഒരു ചെവിയിലൂടെ കേട്ട് ആ ചെവിയിലൂടെ വിട്ടു എന്നുള്ളത്. അത്രക്ക് സിമ്പിൾ ആയിരുന്നു കാര്യങ്ങള്. പക്ഷെ തലക്ക് ഇതൊന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രക്ക് വലിയ ഭാണ്ഡക്കെട്ടുകള്, വലിയ കല്ലുകളാണ് നമ്മൾ എടുത്തു വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇത് ശരീരം പല സ്ഥലങ്ങളിലേക്കായിട്ട് പറഞ്ഞു വിടും. ഇത് ഇവിടെ പറ്റൂല, ഇതൊന്നിച്ച് ഞാൻ എടുത്താൽ തല ഒന്നിച്ച് കത്തിപ്പോവും, താഴേക്ക് പറഞ്ഞേക്കുന്നു. നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ ഇമോഷൻസ്, ട്രോമകൾ ട്രാപ്പ് ചെയ്ത് അവിടെ കിടക്കും. ഇത് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല, ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ. ഇതിന് മുന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 ശാരീരിക അസുഖങ്ങൾ. 8ഓളം അസുഖങ്ങൾ നമുക്ക് വരാനുള്ള ഒരു കാരണമായിട്ട് ഈ ട്രോമകൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരും. അത് വേദനകളായിരിക്കാം, ജോയിന്റ് വേദനകളായിരിക്കാം, ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ദീർഘകാല അസുഖങ്ങളായിട്ടുള്ള ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും, ഒരുപാട് അസുഖങ്ങളായിരിക്കാം. ഇത് കൊണ്ടുവരുന്നത് നമ്മുടെ ഇമോഷൻസിന്. ഈ ട്രോമകൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ നമുക്ക് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ, അതിനെ പിക്ക് ചെയ്യാൻ, അതിനെ നമ്മളെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനും, ശരിയായിട്ടുള്ളൊരു സന്തോഷത്തിൽ, നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഉണ്ടായാലും നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ശരിയായൊരു സന്തോഷത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ട്രോമകൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെങ്ങനെ പിറകോട്ട് വലിക്കും, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കും. അല്ലേ? അതാണ് ട്രോമകൾ ചെയ്യുന്ന ഒരു സംഭവം. ഈ ട്രോമകൾക്ക് പിന്നെ ഉള്ളത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം നമ്മൾ പറയും. അതായത് നമുക്ക് ചിലപ്പോൾ ഇല്ലേ, നമ്മളെ സ്ഥിരം പറയാറുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്ത് സംഭവിക്കും? പട്ടി നമ്മളെ കടിക്കാൻ വരുന്നു, തെരുവ് നായയാണ് നമ്മളെ കടിക്കാൻ വരുന്നു, നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നുണ്ടാവുന്ന ഒരു മാറ്റങ്ങളുണ്ട്. പെട്ടെന്നൊരു വിറയൽ വരുന്നു, ശ്വാസമിടിപ്പ് കൂടുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് ശ്വാസം, ഓക്സിജനൊക്കെ വലിച്ചിട്ട് തികയാത്ത അവസ്ഥ വരുന്നു, കിതപ്പ് വരുന്നു. അല്ലേ?
അതേപോലത്തെ മെക്കാനിസമാണ് ട്രോമകൾക്കും. ഈ മെക്കാനിസത്തിലേക്ക് ആക്സസ് ഉണ്ട്. നമ്മൾ ഈ ഇമോഷനെ കുറിച്ച് ചിന്തിക്കുമ്പം പഴയ ഇൻസിഡൻസ് ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ചില സാഹചര്യങ്ങൾ എത്തുമ്പം ലൈഫിൽ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുമ്പം ഈ ട്രോമകൾ വന്നാണ്ട് ഈ മെക്കാനിസം ആക്ടിവേറ്റ് ആവുന്നു. നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് ട്രോമകളെ നമ്മളെങ്ങനെ പിടിച്ച് ട്രോമകളുടേതായിട്ടുള്ള ഒരു സൈക്കിൾ ഉണ്ടാക്കും, അതിൻ്റെതായിട്ടുള്ള ഒരു ജയിൽ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കൊണ്ടുപോയി നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ വെക്കുന്നു. ഇതേപോലെ തന്നെ എക്കണോമിക്കലും റിലേഷൻഷിപ്പ് ട്രോമകളൊക്കെ ഉണ്ടാവാം. ഞാൻ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് ട്രോമകൾ, ചിലപ്പോൾ ചൈൽഡ്ഹുഡ് അബ്യൂസുകൾ, എന്തോ ആയിക്കോട്ടെ, ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ചവർക്ക് പിന്നീട് നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അവർക്ക് ലൈഫിൽ എപ്പോഴും ടോക്സിക് റിലേഷൻസിൽ ഇങ്ങനെ പെട്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം ഒറ്റപ്പെട്ടു പോകുമോ, ലൈഫിൽ ഒറ്റക്കാവുമോ എന്നുള്ള പേടി, ആ ഒരു ട്രോമ, ഈ ഒരു പേടി മനസ്സിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ലൈഫിലൊരു സന്തോഷം വരുന്നില്ല. അതേപോലെ തന്നെ എക്കണോമിക്കലാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു സാമ്പത്തിക അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ അത് എല്ലാവർക്കുള്ള ഗോൾ ഒരേപോലെ ആവില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പൈസ പറ്റിച്ചു പോയത്, മണി ബ്ലോക്സ് എന്നാണ് ശരിക്കും അതിനെ ആ ഒരു ടേമിൽ വിളിക്കുക. ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഈ ട്രോമകൾ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കളിക്കും. നമുക്ക് അവസരങ്ങൾ മുന്നിൽ വന്നാലും നമുക്ക് അതിലേക്ക് അല്ലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവസരങ്ങളെ തേടി ഇറങ്ങി സാമ്പത്തികമായിട്ട് അഭിവൃദ്ധികൾ പെടുത്താനുള്ള ഒരു ശേഷി, കഴിവ് നമ്മുടെ മനസ്സിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. ട്രോമകൾ നമ്മളിങ്ങനെ വരിഞ്ഞു മുറുക്കും. അത് പൈസ പോവും, ഏത് സമയവും പൈസ പോവും എന്നുള്ള പേടി. എവിടെയും നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നില്ല, എല്ലാവരെയും നമ്മളെ പറ്റിച്ചു പോകുമോ, ഞാൻ ബിസിനസ്സിൽ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ എന്നെ പറ്റിച്ചു പോകുമോ എന്നുള്ള പേടി. അത് ആവശ്യത്തിനുള്ള ഹെൽത്തി ആയിട്ടുള്ള രീതിയിലല്ല നിങ്ങളുടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ലൈഫ് ദുസ്സഹമാക്കും. ലൈഫിൽ ശരിക്കുള്ള അവസരങ്ങൾ കാണുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തും. യഥാർത്ഥമായിട്ടുള്ള ഒരു ഹെൽത്തി ലൈഫ് നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഇത് നമ്മളിൽ ആങ്സൈറ്റി ഉണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് ആങ്സൈറ്റി വരുന്നു. ഈ ആങ്സൈറ്റി ആണ് നിങ്ങളുടെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ വയറിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് കൺട്രോൾ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെതിരെ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ? ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇത് ഫസ്റ്റില് എന്തിനാണ് ഞാൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചെന്ന് ചോദിച്ചാല്, നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം, ഇത് അറിഞ്ഞിരിക്കണം, ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പിക്ചർ നമ്മുടെ കയ്യിൽ വേണം അല്ലേ? പ്രശ്നങ്ങളെ കുറിച്ച് അറിവുള്ളവന് മാത്രമേ അതിനുള്ള സൊല്യൂഷൻ, അതിനുള്ള മരുന്ന്, അതിനുള്ള പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലേ? ക്ലിയർ അല്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നിങ്ങളുടെ വിരലുകൾ വർക്ക് ചെയ്യട്ടെ. വീണ്ടും ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? മനസ്സിലാക്കിയിരിക്കുക, അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ സുമേഷ്, നദീറ, ഷാനവാസ്, ഓക്കെ. മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ പ്രശ്നം, നമ്മുടെ ബുദ്ധിമുട്ട്, എൻ്റെ സകല പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരവാദി ഞാനാണ്. അതിനുള്ള കാരണം ഇത്തരത്തിൽ നമ്മുടെ അകത്തിരിക്കുന്ന ട്രോമകളുമാണ്. ഇതിനെ ഹീല് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഇതിൻ്റെ പുറത്തേക്ക് ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഒരു അവബോധം, അവയർനെസ് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ട്രോമകൾ പലപ്പോഴും പലരുടെയും പല രൂപത്തിലായിരിക്കും കേട്ടോ. പല രൂപത്തിലായിരിക്കും.
നമ്മൾ ഒന്നിച്ച് അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കരുത് നിങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ അന്നേ വിട്ട ഇഷ്യൂസ് ആണ്, അതൊക്കെ എന്ത്. പക്ഷെ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങ് ഉൾക്കൊണ്ടാൽ, വീണ്ടും അത് എടുത്തു കഴിഞ്ഞാല്, അപ്പോഴാണ് നമുക്ക് അതിൻ്റെ മനസ്സിൽ ഇത്രയും തീവ്രമായിട്ട് മനസ്സിന്റെ അകത്ത് അത് കിടന്നിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, നിങ്ങൾ ഹീലിങ്ങിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഇതൊക്കെ ഹീല് ചെയ്തിട്ട് ഞാൻ അടങ്ങുള്ളൂ എന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പതുക്കെ ചെറുതെടുത്ത് തുടങ്ങണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മളാരും വിചാരിക്കുന്നത് പോലെയല്ല നമ്മുടെ മനസ്സ്. ഈ പുറത്ത് കാണുന്ന ഈ പുറംമൂടിയൊക്കെ ഉള്ളൂ, ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കലുഷിതമാണ്. ലോക യുദ്ധങ്ങളെക്കാൾ വലിയ കലുഷിതമാണ് നമ്മുടെ മനസ്സിന്റെ അകം, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ട്രോമകൾ പതുക്കെ പതുക്കെ ഓരോന്നെടുത്ത് ഒഴിവാക്കണം. ഓരോന്നെടുത്താണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്. ഇതില് കുറെ പേര് മെഡിറ്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ, ക്ലാസ്സിന് മാത്രമായിട്ട് വരുന്നവരുണ്ട്. മെഡിറ്റേഷൻ സെഷൻ പലപ്പോഴും മെഡിറ്റേഷനെ കുറിച്ചുള്ള അധികം ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട്, അല്ലേ? മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ? ഇതിൽ കുറെ ആളുകൾക്ക് മെഡിറ്റേഷനെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. മെഡിറ്റേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിനെ പല ടൈപ്പ് പേരുകൾ വിളിക്കാറുണ്ട്. നിങ്ങൾ മുറാക്കബ എന്നോ അറബിക് പേരിട്ടാലും ഇംഗ്ലീഷ് പേരിട്ടാലും മലയാളം പേരിട്ടാലും എന്തിട്ടാലും, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മുടെ കോൺസെൻട്രേഷൻ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാനുള്ള പവർ വളരെ കുറവാണ്. വളരെ കുറവാ, അല്ലേ? നമ്മൾ പെട്ടെന്ന് റെസ്റ്റ്ലെസ് ആവും. അത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല. അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗം, ബാക്കിയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ സോഷ്യൽ മീഡിയനെ മാത്രം കുറ്റം പറയുന്നില്ല. ഒരുപാട് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മുടെ ജീവിതം തന്നെ ഭയങ്കരമായിട്ട് റഷാണ്, അല്ലേ? പെട്ടെന്ന് ഓടിപ്പിടച്ചുള്ള ജീവിതമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഒരു സംഭവത്തിലേക്ക് മനസ്സൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. വളരെയധികം കുറവാണ്. പെട്ടെന്ന് നമ്മൾ റെസ്റ്റ്ലെസ് ആവും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചൊന്ന് ക്ഷമിക്കാനോ കാത്തിരിക്കാനോ പലപ്പോഴും ഇന്നത്തെ മനുഷ്യർക്ക് സാധിക്കില്ല. പെട്ടെന്ന് അപ്പം നടന്നിരിക്കണം, ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടിയിരിക്കണം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്നുള്ള സന്തോഷം കിട്ടിയിരിക്കണം, അതിനു വേണ്ടി ഓടിപ്പായുകയാണ്. ആ സൈക്കിളിൽ നിന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കിടക്കണമെങ്കിൽ, ലൈഫ് ശരിക്കും നിങ്ങൾ ആസ്വദിക്കണമെങ്കിൽ അതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരിക്കുക. ബ്രത്ത് വർക്ക് വേണമെങ്കിൽ ചെയ്യാം, അത് റിലാക്സേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ്. ഇനി അതുമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കണം. എന്നിട്ട് നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കണം, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. സൈക്കോളജിസ്റ്റുകളോ സൈക്കോ തെറാപ്പിസ്റ്റുകളോ സൈക്കോ അനലിസ്റ്റുകളോ പറഞ്ഞു തരുന്നത് അതേപോലെ ഇതാണ് എൻ്റെ മനസ്സ് എന്ന് വിശ്വസിച്ചിരുന്നാല് നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തെയും പിടികിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് വെസ്റ്റേൺ യൂറോപ്യൻസ് അടക്കം ഈ നമ്മുടെ മെഡിറ്റേഷൻ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യൂറോപ്യൻ ചാനൽസും ഒന്നും വേണ്ട, യൂട്യൂബ് ചാനൽസ് എടുത്ത് നോക്കുക. ഒരുപാട് മെഡിറ്റേഷന് വേണ്ടിയുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ്, അല്ലേ? ഒരുപാട് സംഭവങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. കാരണം എന്താ? ആ സൈക്കോളജി, വെസ്റ്റേൺ സൈക്കോളജിയും പുസ്തകങ്ങളിൽ നിന്നും പഠിച്ചിരുന്നതൊക്കെ മാറ്റി വെച്ച് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലേക്ക് അവർ കടന്നു വരികയാണ്. പ്രശ്നങ്ങൾ മാറുന്നില്ല. അവരുടെ ഇത്രയൊക്കെ റിസർച്ച് ചെയ്തിട്ടും പുതിയ മരുന്നുകൾ കണ്ടെത്തിയിട്ടും ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടും ഇത് മാറ്റാൻ സാധിക്കുന്നില്ല. അവസാനം പ്രശ്നം കിടക്കുന്നത് മൈൻഡ്ഫുൾനെസ്സിലായിരുന്നു, മനസ്സിലാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, അല്ലെ? ഒരുപാട് മെഡിറ്റേഷൻ ആപ്പുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ അങ്ങോട്ട് അവർ ഒഴിവാക്കി വെച്ച, അവര് വലിച്ചെറിഞ്ഞ അങ്ങോട്ടാണ് നമ്മൾ വീണ്ടും തിരിച്ചു നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള കാരണം. നമ്മുടെ യഥാർത്ഥ പ്രശ്നം മനസ്സാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന് ഏത് രീതിയിൽ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിനാവശ്യമായ ടൂൾസ് സാമഗ്രികൾ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൈഫിൽ എത്തിപ്പെടാൻ പറ്റും. ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? നിങ്ങൾ മെഡിറ്റേഷൻ ആപ്പുകൾ ഇംഗ്ലീഷിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ മലയാളത്തിലുള്ളതിൻ്റെ എന്തായിരുന്നാലും ഒരു 100-200 ഇരട്ടി മാർക്കറ്റാണ് അവിടെയുള്ളത്. അതിന്റെ കാരണം ഇതാണ്, അവർ മനസ്സിലാക്കി തിരിച്ചു വരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം ട്രോമകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷൻ അതിന് ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. ദിവസം ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഡെയിലി മെഡിറ്റേഷൻ പ്രാക്ടീസ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുണ്ട്. പലരും പറയും എനിക്ക് ടെൻഷനില്ല, എനിക്കൊരു പ്രശ്നമില്ല എന്നുള്ളത്. ഒരു ടെൻഷനില്ല, എനിക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷെ എനിക്ക് ഈ അസുഖങ്ങളുണ്ട്. എനിക്ക് കാലുവേദനയുണ്ട്, പുറം വേദനയുണ്ട്, ഡിസ്കിന്റെ പ്രശ്നമുണ്ട്, പിന്നെന്താ ജോയിന്റ് വേദനയുണ്ട്, എനിക്ക് ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പക്ഷെ ടെൻഷൻസ് ഒന്നുമില്ല എന്ത്. പിന്നെ നമ്മൾ അവരോട് ചോദിക്കുമ്പോഴാണ്, മനുഷ്യനാകുമ്പോൾ കുറച്ച് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, മനുഷ്യനാകുമ്പോൾ പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയും. അങ്ങനെയല്ല, ടെൻഷൻ ഉണ്ട്, നിങ്ങൾ അംഗീകരിക്കാലും ഇല്ലെങ്കിലും. ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ രോഗിയായത്, നിങ്ങൾ മരുന്ന് കുടിക്കേണ്ടി വന്നത്, നിങ്ങൾ സ്ഥിരം മരുന്ന് കുടിക്കേണ്ടി വന്നത് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ മനസ്സിന്റെ അകം ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതിന് വേറെ ഉത്തരമില്ല കേട്ടോ, അവിടെ ഒരേ ഒരു ഉത്തരം തന്നെയുള്ളൂ, അത് മനസ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അത് നിങ്ങൾ എന്ന് അംഗീകരിക്കുന്നോ, നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട്, മൂടി വെച്ചത് കൊണ്ട് സത്യം സത്യം അല്ലാതാവില്ല കേട്ടോ. ജസ്റ്റ് കമന്റ്, ക്ലിയർ അല്ലേ? നമ്മൾ മൂടി വെച്ചത് കൊണ്ട് സത്യം സത്യം അല്ലാതായി മാറോ? നമ്മൾ എത്ര കാലം മൂടി വെച്ച് കൊണ്ട് നടന്നാലും സത്യമെന്നും സത്യം തന്നെയായിരിക്കും. നമ്മൾ പറയാറുണ്ട് മറ നീക്കി പുറത്ത് വരുന്നുള്ളത്. അതിനു വേണ്ടി കാത്തിരിക്കാതിരിക്കുക. അതിനു മുമ്പ് തന്നെ നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. നിങ്ങളുടെ ലൈഫ് മാറും, കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ മെഡിറ്റേഷൻ, ട്രോമ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1-2-3-4 ക്ലാസ്സുകളിൽ തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്, ഡീഫോക്കസിങ് എന്നുള്ളത്. നമ്മുടെ ശ്രദ്ധ പലപ്പോഴും നമ്മൾ കൊടുക്കുന്നില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഓടി നടന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല വർക്കുകളും ചെയ്യുന്നില്ല. പലപ്പോഴും പലരും പറയാറുണ്ട് എനിക്ക് മെഡിറ്റേഷൻ ഒരു അരമണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊന്നും സമയമില്ല, എത്ര തിരക്കാണ് അറിയോ, രാവിലെ എണീറ്റ് അതാക്കി ഇതാക്കി. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ലൈഫിൽ സമയമുള്ളത്? ഈ സമയമില്ല, എനിക്കതിന് സമയമില്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റാണ്. നിങ്ങൾ സ്വയം കബളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, സ്വയം പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയം ഈ ഭൂമിയിൽ എല്ലാവർക്കും 24 മണിക്കൂറുള്ളത്. നിങ്ങൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങൾ എന്തിനാണ് പ്രിയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതിന് ആസ്പദമായിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ടൈം കിട്ടുക. സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തെ തന്നെ നമ്പർ 1 ഡോക്ടേഴ്സിനെ കാണാൻ ഒരാഴ്ചയും ഒരു മാസവും ഒക്കെ ലീവ് എടുത്ത് അങ്ങോട്ട് പോയി ക്യൂ നിന്ന് വരി നിന്ന് കാണുന്ന ആളുകൾക്ക് പോലും അരമണിക്കൂർ ദിവസം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സമയമില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒപ്പിൽ വന്നായിരുന്നു, വൈറസ് സംബന്ധമായിട്ടുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. ആക്ക് ബാംഗ്ലൂര് മുംബൈ വരെ ആള് പോയിട്ടുണ്ട് ഡോക്ടേഴ്സിനെ കാണാൻ, പുതിയ പുതിയ ഡോക്ടേഴ്സിനെ കാണാൻ. പക്ഷെ ദിവസം ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സമയമില്ല, ജോബ് തിരക്കാണ്, അതിൻ്റെ ഇടയിൽ കോള് വരും, ഏത് സമയം ഞാൻ ആ ബിസിനസ്സിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ ആകെ അലങ്കോലാവും, ആകെ അൽക്കുലത്താവും, ശരിയാവില്ല. ഇതാണ് നമ്മുടെ മനോഭാവം. ഇതാണ് പ്രശ്നം. നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള പ്രശ്നം കണ്ടെത്തി അതിനെ ചികിത്സിക്കാത്തിടത്തോളം കാലം നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറില്ല, അവസാനിക്കില്ല. അല്ലേ? നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബക്കറ്റിന്റെ അടിയിൽ ചെറിയൊരു സുഷിരം ഉണ്ടാക്കി, ഓട്ടയുണ്ടാക്കി അതിന്റെ മേലെ കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ എത്ര കാലം വെള്ളം ഒഴിച്ചാലും പണ്ട് നമ്മൾ പറയാറുണ്ട് ഓട്ട ബക്കറ്റിൽ വെള്ളം കോരുക എന്നുള്ളത്. എത്ര കാലം വെള്ളം കോരിയാലും നിങ്ങൾക്ക് ബക്കറ്റ് നിറക്കാൻ സാധിക്കില്ല. അതേപോലെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഗണിക്കാതെ, അതിന് ശ്രദ്ധ കൊടുക്കാതെ നമ്മൾ വലിയ വലിയ സംഭവങ്ങളിലേക്ക് പോകുന്നു. അതിന്റെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ, എന്നിട്ട് അത് ഗൂഗിൾ ചെയ്ത് അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ ബാക്കി സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച്, എന്നിട്ട് അതെ കുറെ ആളുകളുണ്ട്, അവര് വന്ന് കാണ്ട് നമുക്ക് ക്ലാസ് എടുത്തു തരും അസുഖങ്ങളെ കുറിച്ച്. ഇത് എന്റെ അസുഖം ഇങ്ങനെയായിരുന്നു, അതിങ്ങനെ വന്നാണ്ട് അത് അങ്ങനെ ആയി, ഇതിങ്ങനെയാണ് എന്നുള്ളത്. ആർക്കെന്ത് ഉപകാരം അതുകൊണ്ടുള്ളത്? അവരുടെ ലൈഫിൽ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളെ കാണാൻ വരേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. അല്ലേ? ക്ലിയർ അല്ലേ? അതാണ് സംഭവം. നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഉപകാരമുള്ള നോളജ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് നമ്മളിലേക്ക് കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ. അല്ലേ? ഒരുപാട് വിവരങ്ങള്, നമ്മളെ കുത്തി നോവിക്കാൻ ശേഷിയുള്ള ഒരുപാട് വിവരങ്ങൾ എടുത്ത് നടന്നിട്ട് നമുക്ക് എന്താണ് ഉപദ്രവമല്ലാതെ നമുക്ക് എന്താ കൊണ്ട് കാര്യം? ഓക്കെ, നമ്മൾ ട്രോമകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയുക, ട്രോമകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഹീലിങ്ങിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സെൽഫ് കെയർ എന്നുള്ളത്. നമ്മളെ പരിഗണിക്കണം. നമ്മുടെ ഇമോഷൻസ്, നമുക്ക് സങ്കടം വരുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചില ഘട്ടങ്ങളിൽ നമുക്ക് സങ്കടം വരുന്നു, നമ്മളത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഒന്നിച്ച് മൂടി വെക്കേണ്ട കാര്യമില്ല. സൊസൈറ്റിയിലാവുമ്പോൾ നമുക്ക് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതേപോലെയല്ല, ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ കെയർ ചെയ്യണം. സെൽഫ് കെയർ എന്നാണ് നമ്മൾ പറയുക. അത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും ഒരു ദിവസം 30 മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം പറ്റിക്കുകയാണ്, സ്വയം കബളിപ്പിക്കുകയാണ്. ഇതിനേക്കാളും വലിയ വേറെ ഒരു വർക്കും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനില്ല. നിങ്ങളുടെ വർക്കായിരുന്നാലും എന്തായിരുന്നാലും. സ്വയം ആരോഗ്യം നശിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് വർക്ക് ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് സമ്പാദിക്കാനുള്ളത്? നമ്മുടെ സ്വയം മനസ്സ് നമ്മുടെ കൈവിട്ട് പോയിട്ട് ഈ ഭൂമി മൊത്തം നമുക്ക് കിട്ടിയിട്ടും നമുക്കത് ഉപകാരപ്പെടുമോ? അത് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സാണ് ആദ്യം നമുക്ക് കയ്യിൽ ഉണ്ടാവേണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് കെയർ എന്നുള്ളതാണ്. നമ്മൾ സ്വയം പരിഗണിക്കണം. ബാക്കിയുള്ളവർ എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകളല്ല. നമ്മൾ സ്വയം നമ്മളെ പരിഗണിക്കണം. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഹെൽത്ത്, എന്തും, നമ്മുടെ മാനസികാരോഗ്യം, ഇത് ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. അല്ലെ? ഇതൊക്കെ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം ആലോചിച്ചിരുന്ന് നിങ്ങളുടെ കരിയറിൽ എന്ത് വേണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് പോലെ ഒന്നല്ല കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് തീരുമാനം എടുക്കണം, അത് നടപ്പിലാക്കും വേണം. അതല്ലാതെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടോണ്ട് നിങ്ങളുടെ ലൈഫ് മാറില്ല. ഇപ്പൊ തീരുമാനം എടുക്കുക. ഞാൻ എന്നെ പരിഗണിക്കും, എന്നെ കെയർ ചെയ്യും എന്നുള്ള തീരുമാനം എടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ക്യാൻ യു ഡു ദാറ്റ്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ക്യാൻ യു ഡു ദാറ്റ്? നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമോ ഈ ഒരു നിമിഷം? നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് സമയം മതി. ഈ ഒരു നിമിഷം മതി നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ. നടപ്പിലാക്കാനാണ് ഒരുപാട് സമയം വേണ്ടത്. തീരുമാനമെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഞാൻ എന്നെ പരിഗണിക്കും, എൻ്റെ ഇമോഷൻസ്, എൻ്റെ ആരോഗ്യം, അതിന് ഞാൻ കെയർ ചെയ്യും എന്നുള്ള തീരുമാനമാണ് ട്രോമകൾക്കെതിരെ, ട്രോമകളെ കംപ്ലീറ്റ് ഹീൽ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനം. ഐ കെയർ മൈസെൽഫ് എന്നുള്ളതാണ്.
ബാക്കിയുള്ളവർ എന്നെ കെയർ ചെയ്തില്ല, അവർ ആ സിറ്റുവേഷൻസിൽ എന്നെ പരിഗണിച്ചില്ല, എനിക്ക് ആവശ്യത്തിന് സ്നേഹം കിട്ടിയില്ല, ഓക്കെ, അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവാം, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇന്നു മുതൽ എന്തായിരുന്നാലും ഞാൻ എന്നെ കെയർ ചെയ്യും എന്നുള്ള തീരുമാനം, അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ട്രോമകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ ഉള്ളത് ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് മോണിറ്ററിംഗ് ആണ്. അത് നമുക്ക് വരും സെഷനുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ട്രോമകള് പതുക്കെ വരുന്നു, ഇതിനെങ്ങനെ മോണിറ്റർ ചെയ്യണം, ഹീൽ ആവുന്നുണ്ടോ, കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ. ചില ട്രോമകൾ നമ്മൾ ആദ്യം എടുത്താല് ബോംബ് വിസ്ഫോടനമായിരിക്കും അകത്തുണ്ടാവുക, ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെ ട്രോമ ശരിക്കും നമ്മളെ മനസ്സിലെ ട്രോമ നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ അതിന്റെ പുറം മോടി മാത്രം കണ്ടത് ചെറുതല്ലേ എന്നിട്ട് പറഞ്ഞ് വലിച്ചൂരാൻ ശ്രമിച്ച് അതിന്റെ അകത്തേക്ക് ഡീപ്പായിട്ടുള്ള വേരുകളുള്ള ട്രോമകളായിരിക്കും. അങ്ങനെയെങ്കിൽ തുടക്കത്തിൽ കൂടും. അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാം, എങ്ങനെ മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. നിർബന്ധമായിട്ടും നമ്മുടെ തലക്ക് നമ്മുടെ ഇമോഷൻസ് ഒന്നും പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ ഇമോഷൻസ് ആണ്, നിങ്ങൾ ഹാപ്പിയാണ്, പോസിറ്റീവായിട്ടാണ് ലൈഫൊക്കെ പോകുന്നത്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നെങ്കിൽ തല മതി ഇതൊക്കെ ഡീൽ ചെയ്യാൻ. നിങ്ങൾ വലിയ ഭാരങ്ങൾ എടുത്തു കൊണ്ടുപോയി കൊടുത്താൽ തലക്ക് ഇത് ഒന്നിച്ച് ഡീൽ ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റം, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ ഇമോഷൻസ് ട്രാപ്ഡ് അപ്പ് ആവും, ട്രാപ്പ് ചെയ്യും, അവിടെ കുടുങ്ങിക്കിടക്കും, കുരുങ്ങിക്കിടക്കും. ഇത് നമ്മളിലെ പല തരത്തിലുള്ള അസുഖങ്ങൾക്ക്, ഞാൻ പറഞ്ഞ പോലെ പട്ടിയെ കാണുമ്പോൾ നമ്മൾ ഓടുമ്പോൾ നമ്മുടെ സമയത്ത് ഉണ്ടാവുന്ന ശാരീരിക അസ്വസ്ഥതകൾ പോലെ ഒരുപാട് അസുഖങ്ങൾ ദീർഘകാലമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടുപോകും. ഇതിനെ എഫക്റ്റീവായിട്ട് ഹീൽ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രശ്നം. എനിക്ക് പൂർണ്ണമായി മെഡിറ്റേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, മനസ്സിലായില്ല? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് വരുന്നത് പറയൂ. പൂർണ്ണമായിട്ടുള്ള മെഡിറ്റേഷൻ അങ്ങനെയില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചെയ്യാൻ സാധിക്കുക. ചിലർക്ക് ഓരോ പെർസെൻറ്റേജ് ആയിരിക്കും, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് നമ്മുടെ സംഭവം ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ഏത് സംഭവം നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴും തുടക്കത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ എന്ത് പുതിയ വർക്ക് ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ ആദ്യമായിട്ട് വാഹനം പഠിച്ച ഒരാളാണെങ്കിൽ ആദ്യമായിട്ട് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്? ഇന്ന് നമ്മൾ അതിന് വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? ഓട്ടോമാറ്റിക് ആയിട്ടല്ലേ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്, അല്ലേ? നമ്മൾ ക്ലച്ച് പിടിക്കണമെന്നോ ഗിയർ മാറ്റണമെന്നോ ബ്രേക്ക് പിടിക്കണമെന്നോ ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണോ ചെയ്യുന്നത്? മുന്നിൽ വണ്ടി കാണുന്നു, സ്പീഡ് കുറച്ച് കുറക്കണം, ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് നമ്മുടെ കയ്യിലേക്ക് വരികയല്ലേ ചെയ്യുന്നത്? ഇതേപോലെ തന്നെയാണ് മെഡിറ്റേഷനും. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിനെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണം. രാവിലെ ഞാൻ തിരക്കിലാണ്, ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അന്നേരം ഇരുന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷന് ഏറ്റവും നല്ലത് രാവിലെയാണ്. നമ്മൾ പറയില്ലേ, ചിലപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ, നമ്മൾ 6 മണിക്കാണ് സെഷൻ നടത്തുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ നേരത്തെ എണീക്കാം, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം. കാം ക്വയറ്റായ അന്തരീക്ഷത്തിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ആവുന്നോ അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാം. ദിവസം 1/2 മണിക്കൂറെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഇതിനെ ലൈഫിൽ മാറ്റി വെക്കണം. നിങ്ങൾക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാം അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് ടെൻഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യേണ്ട, അങ്ങനെയല്ല. നമുക്ക് അറിയില്ല നമ്മുടെ മനസ്സിനെ. നമുക്ക് നമ്മുടെ മനസ്സിനെ അറിയില്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനോ ഭൂമിയിലെ ഏത് സൈക്കാട്രിസ്റ്റിനോ നമ്മുടെ മനസ്സിനെ മനസ്സിലാവില്ല. നമ്മുടെ മനസ്സ് നമ്മുടെ മാത്രം സ്വത്താണ്, നമ്മുടെ മാത്രം ഐഡന്റിറ്റിയാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കണം.
ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുക, കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും. അതാണ് അതിലുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്കപ്പോ ഇന്നത്തെ സെഷൻ പതുക്കെ നിർത്താം. ആർക്കും എന്ത് സംസാരിക്കാനുണ്ടോ? വേണമെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ സനിൽ, ഓക്കെ അല്ലേ? നമുക്ക് ഇന്ന് സെഷൻ നിർത്താം. ഓക്കെ സാർ, താങ്ക് യു. വളരെ നല്ല മെഡിറ്റേഷനും വളരെ നല്ല ക്ലാസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. മെഡിറ്റേഷന്റെ റെക്കോർഡ് ഉണ്ടാവുമോ? മെഡിക്കേഷന്റെ റെക്കോർഡ് ഉണ്ടാവില്ല കേട്ടോ, ക്ലാസിന്റെ റെക്കോർഡ് ഉണ്ടാവും. നിങ്ങൾ എന്ന് രാവിലെ വന്നാൽ മതി, രാവിലെ 6 AM ഉണ്ടാവും. മെഡിക്കേഷൻ എന്താന്ന് വെച്ചാലേ പലപ്പോഴും നമ്മളെ സ്വസ്ഥമായിട്ട് ഓരോരുത്തർ ഇരുന്ന് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പൊ ഡ്രൈവിങ്ങിന്റെ ഇടയിലോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാല് അത് ചിലപ്പം ഒരു ചെറിയൊരു മയക്കത്തിലേക്ക് പോവല്ലോ മെഡിറ്റേഷൻ സമയത്ത്. അപ്പൊ അത് റെക്കോർഡാക്കി ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് മൊത്തത്തിലുള്ള മെഡിറ്റേഷൻസ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ റെക്കോർഡാക്കി. പക്ഷെ ട്രോമയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. അതിന്റെ മെഡിറ്റേഷൻ നമ്മൾ അങ്ങനെ അതേപോലെ ഫുൾ അവൈലബിൾ ആക്കി കൊടുക്കുമ്പോൾ കുറെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ എന്നും രാവിലെ 6 AM ഇവിടെ ഉണ്ടാവും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നും നിങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ.